എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അടുത്ത കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കാണുമ്പോൾ ബോറടിക്കാനുള്ള എന്ന് കേൾക്കുന്നത് തന്നെ എനിക്കൊരു സമാധാനമാണ്. കാരണം ഇത് മാത്രമല്ല ഇന്ന് കാണിക്കാനായിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു ദിവസം ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ പോസ്റ്റിലൊക്കെ ലൈറ്റ് കണ്ടില്ലേ, കുറേ നാളില്ലായിരുന്നു കേട്ടോ. ഏകദേശം ഒരു വർഷത്തോളം ആ പോസ്റ്റിൽ ലൈറ്റ് ഇല്ലായിരുന്നു. ആ പോസ്റ്റിൽ ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു വെട്ടവും ഇല്ല, ഭയങ്കര കുറ്റി ഇരുട്ട് പോലെ തോന്നുകയും ചെയ്യും. ഇപ്പോൾ ഒരു സമാധാനമാണ് ആ ലൈറ്റ് അവിടെ ഉള്ളപ്പോഴേക്കും. അപ്പോൾ നേരമൊക്കെ വെളുത്ത് വരണതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ഇനി നേരെ കിച്ചണിലോട്ട് കയറണം. പിന്നെ ഞാനേ കുളിക്കുന്നതിന് മുന്നേ തന്നെ എന്താ പറയണ്ട, അരി ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിട്ടിരിക്കുകയായിരുന്നു ഇന്ന് പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ അതൊന്ന് ഊറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ കുളിക്കാനായിട്ടൊക്കെ പോയത്. അപ്പോൾ കുളിയും കഴിഞ്ഞ് വിളക്കെല്ലാം തേച്ച് കത്തിച്ചൊക്കെ വരുമ്പോഴേക്കും അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്നിരിക്കുമല്ലോ. അപ്പോൾ ഇന്നിനി പുട്ടുണ്ടാക്കണം, കടലക്കറി ഉണ്ടാക്കണം. കുറേ നാളായി അരിപ്പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇനി അതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഇതൊന്ന് കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പുക കൊടുക്കാമെന്ന് വിചാരിച്ചു അടുക്കളയിലും കൂടെ. ഇനി കടലക്കറി വെക്കണം. അപ്പോൾ കടല കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കുക്കറും മാറ്റേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഒരുപാട് നാളായി കുക്കർ വാങ്ങിച്ചിട്ട്, കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഹോക്കിൻസിൻ്റെ കുക്കറുണ്ടല്ലോ, അത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അത് ഭയങ്കര റേറ്റാണല്ലോ, ഒരു 2800 അതിന് മേളിലോട്ടാണെന്ന് തോന്നണേ. ഹോക്കിൻസിൻ്റെ 2 ലിറ്ററോ 3 ലിറ്ററോ കുക്കറിൻ്റെ തന്നെ വില. പക്ഷെ വാങ്ങിച്ചാലത് വറുത്തല്ലേ, കുറേ നാളങ്ങ് ഇരുന്നോളുമല്ലോ. അപ്പം ഞാൻ ഇനി കുക്കർ വാങ്ങിക്കണമെങ്കിൽ ഹോക്കിൻസിൻ്റെ മാത്രമേ വാങ്ങിക്കുള്ളൂ എന്നൊരു ശബ്ദം എടുത്തിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യമുള്ള ഈ ശബ്ദം എന്നൊക്കെ പറയുന്നുണ്ട്, വേറെ നല്ല കുക്കർ കിട്ടിയാൽ ഞാൻ വാങ്ങും, അത് വേറൊരു കാര്യം. എന്നാലും നമുക്കിവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ കൊണ്ടുവരുവേ. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു എനിക്ക് ഹോക്കിൻസിൻ്റെ കുക്കർ കിട്ടുമെങ്കിൽ കൊണ്ടുവരണേ എന്ന്. പക്ഷേ അവരുടെ കയ്യിലൊന്നും ഹോക്കിൻസിൻ്റെതില്ല, അതേ മോഡലാണ്, നല്ല കളർഫുള്ളായിട്ടുള്ള വേറെ കമ്പനിയുടേതുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതല്ല, ഹോക്കിൻസിൻ്റെ തന്നെ വാങ്ങണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ പറയാനായിട്ട്, എന്തായാലും ഇപ്പോൾ ഉള്ള കുക്കറിൽ കടലയൊക്കെ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളെ സ്വപ്നം മാത്രമല്ല, ഇപ്പോൾ യാഥാർത്ഥ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആ പൊട്ട കുക്കറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പൊട്ട കുക്കറെന്ന് പറയാനും പറ്റൂല, എനിക്ക് അതുള്ളതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോഴിനി എന്ത് പറയാനായിട്ട്, പുട്ടിനായിട്ട് അരി പൊടിച്ചെടുക്കണം. പുട്ടിനായിട്ട് മാവല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മിക്സി ഇപ്രസൈഡ് ആക്കിയപ്പോഴേക്കും നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു ഇത് തോന്നണുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ അവിടെ എന്തെന്ന് വെച്ചാലേ, എല്ലാവരും ഒട്ടിപ്പ് സൂത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്ത് പറയാനായിട്ട്, ചെറിയ എന്തെങ്കിലും പറ്റിയതെല്ലാം കൂടെ താഴെ പോകും. എനിക്ക് കൂടെ അടുക്കളയിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തും കേട്ടോ. ഞാൻ ചെറിയ സൂത്രപ്പണികളിലൊക്കെയാണ് ചെയ്യണത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ എപ്പോഴും ഒരു ഫ്രഷ്നെസ് തോന്നും. എപ്പോഴും ഒരേപോലെ ഇരിക്കുമ്പോഴേക്ക് കാണാനായിട്ട് അത്ര ഭംഗി കാണൂലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ അതെടുത്ത് അങ്ങോട്ട് മാറ്റി, ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റി, അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്കുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ കുറേ ടെയിലിരിക്കണുണ്ട്. അത് ഞാൻ ഒരു പീസ് ടെയിലെടുത്തുകൊണ്ട് വന്നിട്ട് എന്താ പറയുക, നമ്മുടെ ഫ്രിഡ്ജിൽ കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഫ്രിഡ്ജൊന്നും നീങ്ങിയാലും മതി, എല്ലാം കൂടെ താഴെപ്പം അതിനൊന്ന് വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഒരു തടയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അതിൽ മിക്സിയും സംഭവങ്ങളെല്ലാം അവിടെ വെച്ചപ്പോഴേക്ക് എനിക്കുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താണെന്നറിയാമോ, ഞാൻ അവിടെ ഒരു സ്വിച്ച് ബോർഡും കൂടെ വെച്ചപ്പോഴേക്ക് എനിക്കിപ്പോൾ എൻ്റെ ആ റിംഗ് ലൈറ്റൊക്കെ കൊടുക്കാനായിട്ടൊക്കെ സൗകര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനും ഒരു സ്വിച്ചേ ഒരു സോക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ കൊടുക്കണം, അതും ഈ എൻ്റെ റിംഗ് ലൈറ്റും എല്ലാം കൂടെ അതിലാണ്. അപ്പോൾ ഒരെണ്ണം പ്രവർത്തിക്കുമ്പോൾ ഒരെണ്ണം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത്. എന്തായാലും സംഗതി സക്സസ് ആയി. ഫോണെടുത്തോളം പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇനി അരിയൊക്കെ പൊടിച്ചെടുത്ത് അങ്ങ് വറുത്ത് വെച്ച് ഇനി പുട്ടവിക്കണം. പുട്ട വയ്ക്കുമ്പോഴേക്കും മോൻ അത് പറ്റൂല. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ഇടിയപ്പത്തിൻ്റെ കുറച്ച് മാവ് ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇന്നൊന്ന് അതിനെ ഉപ്പുമാവ് രൂപത്തിലേക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ നൂഡിൽസ് രൂപത്തിലാക്കിയിട്ട് മോന് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിനായിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഇനി ഇടിയപ്പം ഉണ്ടാക്കണം. ഇടിയപ്പം ഒരു 2-3 മതി, മോന് മാത്രം മതിയല്ലോ. പിന്നെ
തീരെ കുറച്ച് മാവെടുത്ത് സേവനാഴയിലിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, അതിങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചധികം മാവ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിനനുസരിച്ച് മാവൊക്കെ എടുത്തിട്ടുണ്ട്. കേശുവിന് ഈ നൂഡിൽസ് രൂപത്തിൽ എന്ത് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്, ആളതങ്ങ് കഴിച്ചോളും. അപ്പോൾ എല്ലാം അവനെ പറ്റിക്കാനുള്ള ഓരോരോ സൂത്രപ്പണികളാണല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ ആഹാരം അകത്താക്കണം, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരു രണ്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മാവ് കുറച്ചും കൂടെ കൂടിപ്പോയി. ഇത്രയൊന്നും മോന് വേണ്ട, അപ്പോൾ മോന് കൊണ്ടുപോകാനായിട്ട് എടുത്തിട്ട് ബാക്കി നമുക്ക് കഴിക്കാമല്ലോ. ഈ മോൻ കൊണ്ടുപോകുന്നതിൻ്റെ ബാലൻസ് കഴിക്കണത് അതിപ്പോൾ എല്ലാ അമ്മമാരും എങ്ങനെയാണല്ലേ, പണ്ട് നമ്മൾ അമ്മയൊക്കെ എങ്ങനെയല്ലേ, നമ്മൾ കഴിക്കുന്നതിൻ്റെ ബാലൻസ് കഴിച്ചിട്ടാണ് അവർ വണ്ണം വയ്ക്കണതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ അവസ്ഥ അത് തന്നെ, കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ കഴിക്കുന്നതിൻ്റെ ബാലൻസ് വെച്ചിട്ട് പോണതൊക്കെ അങ്ങ് കഴിക്കും. അപ്പോഴേക്കും എൻ്റെ കടല വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എന്തെന്ന് വെച്ചാൽ കടലയിൽ സവോളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒരു 5-6 വിസിലിൽ കടല അങ്ങ് വേവിച്ചെടുത്ത് ഇനി എന്തെന്നറിയാമോ, അതിൽ നിന്നൊരു 7-8 കടല എടുക്കും, അല്ലെങ്കിൽ എന്താ പറയുക 2 സ്പൂൺ കടല അതിൽ നിന്ന് എടുക്കും. അതിൽ തന്നെ കുറച്ച് വെള്ളവും എടുത്തിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ ഒരല്പം കുരുമുളക് ഇടാം, ഞാൻ അങ്ങനെ ഇട്ടില്ല. അതിനൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി എടുക്കുമ്പോഴേക്ക് നല്ല കടലക്കറി അവിടെ റെഡിയാവും. ഞാനെന്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്നും കൂടെ അങ്ങ് 2 വിസിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ പെരണ്ടിരുന്നോളും. ഇന്ന് പാത്രങ്ങളങ്ങ് അപ്പോഴപ്പോഴും കഴുകി വെക്കാനായിട്ട് നോക്കിയിട്ട് അതുകൊണ്ട് സിങ്ക് നിറഞ്ഞില്ല. ഇനിയൊരു കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രവും പിന്നെ എന്തോ 1-2 അടപ്പേ ഉള്ളൂ, അതും കൂടെയൊക്കെ അങ്ങ് കഴുകി അപ്പം തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. ഇടിയപ്പം റെഡിയായി. ഇനി ഇടിയപ്പത്തിനെ മാറ്റി അതിൻ്റെ രൂപം മാറ്റി എടുക്കണമല്ലോ. ഇപ്പോൾ ഇടിയപ്പം ആയിട്ടുള്ളൂ, അതിനെ ഇനിയൊരു നൂഡിൽസ് പരുവത്തിലോട്ട് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് കുടഞ്ഞൊക്കെ എടുക്കണമുണ്ട്. കുടഞ്ഞെടുക്കണമെന്ന് പറയുമ്പോഴേക്ക് അത് എന്തോന്ന് വിട്ട് വരണമല്ലോ സംഭവങ്ങൾ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഒന്ന് എന്താ പറയുക, കൈയൊക്കെ ഒന്ന് ചെറിയ ചൂടൊക്കെ ആവണമുണ്ട്. എന്നാലും ഞാനതിനെ കുറേശ്ശെ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടതും പിന്നെ ഒരു സവോള കൊത്തി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്ത്, ഇപ്പോൾ മോനായതുകൊണ്ട് പച്ചമുളകൊന്നും ഇടണില്ല, അല്ലെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാനായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ അങ്ങനെ ഇനി ഇളക്കി നല്ല രൂപത്തിലാക്കി എടുക്കട്ടെ. തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മളിതാ ഇങ്ങനെ പീസാക്കിയിട്ടിരിക്കുന്ന ഇടിയപ്പം അതിലേക്കും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് ഇളക്കിയെടുക്കുകയും അപ്പോൾ ഈ സവാളയും തക്കാളിയും അതിലിട്ടേക്കുന്ന മസാലയും ഒക്കെ ഈ ഇടിയപ്പത്തിൽ നല്ലതുപോലെ പിടിച്ചു വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യുന്നറിയാമോ, ഇത് പാത്രത്തിലാക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കും. എപ്പോഴൊന്നും ഇത് കൊടുക്കൂല ടൊമാറ്റോ സോസും കാര്യങ്ങളൊന്നും, വല്ലപ്പോഴൊന്നും കൊടുക്കണമെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അതും കൂടെ ഒക്കെ ഇട്ട് ഇളക്കി എടുക്കുമ്പോഴേക്ക് കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റ് ആവും. നമ്മൾ ഇടിയപ്പം ഒന്നും അറിയാത്ത രീതിയിലോട്ട് ഇതങ്ങ് മാറിക്കോളും. അപ്പോൾ നമ്മുടെ ഇടിയപ്പം നൂഡിൽസ് റെഡിയായി. നല്ല വിട്ട് വരും കേട്ടോ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കൂല, നല്ല സൂപ്പറായിട്ട് അതും കിട്ടിക്കോളും. ഇനി പാത്രത്തിലോട്ടാക്കി വെച്ചാൽ മതി. അങ്ങനെ കേശുവിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി. രാവിലെ കൊണ്ടുപോകാനായിട്ട് പോപ്കോൺ മതി എന്ന് പറഞ്ഞിട്ട് പോപ്കോണാണ് ഉണ്ടാക്കിയത്. പോപ്കോൺ എങ്ങനെയാണെന്ന് അറിയാമോ, ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് 10 ചെറിയ പാക്കറ്റുകൾ കിട്ടും ഓരോരോ ഫ്ലേവറിലുള്ളത്. അപ്പം നമ്മളത് ആ പാക്കറ്റ് പൊട്ടിച്ച് അങ്ങ് ഇട്ട് അതിനെ ഒന്ന് എന്താ പറയാനായിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ആ പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എന്തെങ്കിലും പാലും മുട്ടയൊക്കെ കഴിച്ചുകൊണ്ട് പോണതുകൊണ്ട് 9 മണിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മോർണിംഗ് സ്നാക്സ് എന്തെങ്കിലും ലൈറ്റായിട്ടേ ഇപ്പോൾ ഞാൻ കൊടുത്തു വിടുകയുള്ളൂ. അങ്ങനെ അതായി. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ചേട്ടൻ ഇന്നലെ മുസ്ലിം വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. ഞങ്ങൾ പരസ്യം കണ്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ സാക്ഷിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം വലുത് വാങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് കേശുവിന് അത് കൊടുക്കുക. അപ്പോൾ കേശുവാണ് അത് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചത്. സംഭവം ആശാൻ എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ, കണ്ടപ്പോഴേക്ക് വേണോ വെച്ചാന്ന് പറഞ്ഞ് വാങ്ങിച്ചു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. എല്ലാ നട്ട്സുകളൊക്കെയാണ് കൂടുതലുള്ളത്. ഓട്സ് ഉണ്ട്, പിന്നെ അതിൽ റാഗിയുണ്ട്, കപ്പലണ്ടിയുണ്ട്, ബദാമുണ്ട്, ഉണക്കമുന്തിരിയുണ്ട്, പിന്നെ പംകിൻ സീഡുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് അതിലുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ തിളച്ച പാലിലേക്ക് ഇട്ടങ്ങ് വെച്ചിട്ടുണ്ട്. ഇന്ന് പുട്ടായതുകൊണ്ട് ഇവിടെ ആശാമാർക്ക് പുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പോയിട്ട് നമ്മുടെ ആവണക്കിൻ്റെ ഒരു ഇല എടുത്തുകൊണ്ട് വന്നേ. അതിൽ കുറച്ച് പുട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കേണ്ട താമസം എവിടെ നിന്നെന്ന് അറിഞ്ഞൂടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാക്കയെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഇവിടെ എപ്പോഴും ഉള്ള സംഭവമല്ലേ. അപ്പോൾ ആഹാരം കാണുമ്പോൾ പിന്നെ അവർ വരാതിരിക്കും. അങ്ങനെ ആശാമാരെല്ലാം കഴിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ പിന്നെ കുറച്ച് തെനയും കൂടെ വാങ്ങണം കേട്ടോ, വേറെ കിളികളൊക്കെ വന്നാലോ. പിന്നെ കുറച്ച് തെനയും കൂടെയൊക്കെ വാങ്ങിച്ച് വെച്ചു കൊടുക്കണം.
അപ്പോൾ അവരിരുന്ന് സമാധാനമായിട്ട് കഴിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ, കാവതിക്കാക്ക കഴിക്കുമ്പോഴേക്കും ബലിക്കാക്ക കഴിക്കില്ല, നാളെ അവിടെ വന്നിരുന്നിട്ട് മാറിപ്പോയത് കണ്ടോ. ഇനി ഇവർ കഴിച്ചിട്ട് മാറിയാലേ ഇതാ ഈ ആശാൻ കഴിക്കുള്ളൂ. ഇതാ കണ്ടില്ലേ, അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. കാവതിക്കാക്കകൾ രണ്ടും കൂടെ ഒരുമിച്ച് കഴിച്ചത് കണ്ടില്ലേ, പക്ഷേ ഇതിരിക്കുമ്പോൾ അത് കഴിക്കില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ ബലിക്കാക്കയായിരിക്കും കുറച്ചും കൂടെ റാങ്ക് കൂടിയത്, അല്ലെങ്കിൽ ഇതേത് ആൺകാക്കയാണോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. സംഭവം അങ്ങനെയാണ്. അങ്ങനെ മോനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് വന്നതിന് ശേഷമാണ് പുട്ട് കഴിച്ചത്. എനിക്കാണെങ്കിൽ അരിപ്പുട്ടൊക്കെ ആണെങ്കിൽ ഒരു കുറ്റി പുട്ടൊന്നും കഴിക്കാൻ പറ്റില്ല, കുറേ ആയിപ്പോയതുപോലെ തോന്നും. അതിലൊരു പകുതി പുട്ട് കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഫ്രണ്ട് ഗേറ്റ് തുറക്കണത് കേട്ടോ. എന്തെന്ന് വെച്ചാൽ സൈഡ് ഗേറ്റ് തുറന്നിട്ട് നമ്മൾ ഇതിൻ്റെ പഴയ വണ്ടിയാണെന്ന് എടുത്തുകൊണ്ട് ചേട്ടൻ പോയത്. അപ്പോൾ സൈഡ് ഗേറ്റ് മാത്രമേ തുറന്നോളായിരുന്നു. നമ്മളിപ്പോൾ ഫ്രണ്ട് ഗേറ്റ് അങ്ങനെ തുറന്നിടാറില്ല. ഒന്നാമത്തെ കാര്യം എപ്പോഴും പറയില്ലേ, ഈ ഇൻസ്റ്റാൾമെൻറ്റുകാരും എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഓടിക്കയറി ഇങ്ങ് വരുമ്പോൾ തോന്നും. നമ്മളെ ഗേറ്റ് വീടും തമ്മിൽ അധികം വ്യത്യാസമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഫ്രണ്ട് ഗേറ്റ് എപ്പോഴും ഇങ്ങനെ ഒരു പൂട്ടെടുത്തിട്ടേക്കെങ്കിലും ചെയ്യും. അപ്പോൾ ഞാൻ എന്താ വണ്ടി എടുത്തുകൊണ്ട് വന്നത് റേഷൻ വാങ്ങിക്കാനായിട്ടായിരുന്നേ. 2-3 മാസമായിട്ട് റേഷൻ വാങ്ങിച്ചിട്ട്, അപ്പോൾ ഇനി വാങ്ങിക്കാതിരിക്കാനായിട്ട് പറ്റൂലല്ലോ. അങ്ങനെ റേഷൻ വാങ്ങാനായിട്ട് വന്ന് അപ്പോൾ റോസരിയും കിട്ടി, പച്ചരിയും കിട്ടി. നമുക്ക് റോസരി ആയിരുന്നു ആവശ്യം, പച്ചരി അതിനേക്കാളും ആവശ്യമായിരുന്നു. പക്ഷേ പച്ചരി കുറച്ചേ കിട്ടിയുള്ളൂ, റോസരി കിട്ടി. അങ്ങനെ അതും വാങ്ങിക്കൊണ്ട് നേരെ ചന്തയിലോട്ട് വന്നു. അല്ല ലാഭത്തിനൊന്നും ചാള 100 രൂപ, വാള 2 100 രൂപ. പിടി നേരെ അയ്യേ നീ തന്നെ കവർ പിടിയാ. വാള വാങ്ങി കവർ പിടിച്ചു. വാള 2 100 രൂപ, 2 150 120 100 രൂപ. വേണം 100 വേണം. വേണം 2 വാള 100 രൂപ. വേണം 2 വാള 100 വേണം. നാടൻ ചാള 100 രൂപ. ഞാൻ തന്നെ കൊണ്ടുപോയി. നാടൻ ചാള 100 രൂപ. ഞാൻ തന്നെ കൊണ്ടുപോകണം. നാടൻ ചാള 100 രൂപ. ഞാൻ തന്നെ കൊണ്ടുപോകണം. ചാള 100 രൂപ. ചേച്ചി 100 ഉണ്ട്. നാടൻ ചാള 100 രൂപ. വാളക്കാർ 150 ഞാൻ കള്ളവാരൊക്കെ മാരൂല മക്കളെ. എനിക്ക് കിട്ടും പോലെ ഞാൻ എൻ്റെ സ്വന്തം കച്ചവടം. 500 രൂപ ഇട്ടാൽ മതി. 500 രൂപ ഇട്ടാൽ മക്കളെ. വാളയൊക്കെ 100 രൂപ. ചാളയല്ല 100 രൂപ. നാടൻ ചാള കള്ളവാരൊക്കെ മാരൂല. നാടൻ ചാള നാടൻ ചാള നാടൻ ചാള നാടൻ ചാള മത്തിയല്ല. നാടൻ ചാള 100 കൊണ്ടുപോളയാ. ഇവിടെ കള്ളവാരൊക്കെ ഒന്നും മാരൂലേ. ഞാൻ കള്ളവാരൊക്കെ മാറി. നിനക്ക് ഇത്ര ആളായിട്ട് അറിഞ്ഞൂടെ. അങ്ങനെ മീനൊക്കെ വാങ്ങിയതാ നേരെ വീട്ടിലോട്ട് വന്ന്. മുള്ളുവാളയാണ് വാങ്ങിയത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ പിന്നെ തോട്ടേ ഇല്ല. അങ്ങനെ മീനൊക്കെ വാങ്ങി വന്ന് ഇതൊരു ചടങ്ങാണ്. ഗേറ്റ് തുറക്കണം. ഒരാൾ തുറന്നു തരാനൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. വണ്ടി കൊണ്ട് അവിടെ റോഡ് വെച്ചിട്ട് പിന്നെ ഗേറ്റ് തുറന്ന് പിന്നെ വണ്ടി കയറ്റി വരുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ്. പിന്നെ ഈ വണ്ടി വെച്ചിട്ട് പോകുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി. എനിക്കിപ്പോൾ പഴയ വണ്ടിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓട്ടിച്ചിട്ട് പഴയത് ഓട്ടിക്കുമ്പോഴേക്കും അതിനൊരു സ്മൂത്ത്നെസ് കുറവ് പോലെ തോന്നും. അപ്പോൾ ഇന്ന് ചേട്ടൻ പഴയ വണ്ടി എടുത്തുകൊണ്ട് പോയതുകൊണ്ട് എനിക്കിത് എടുത്തുകൊണ്ട് ചന്തയിലൊക്കെ പോകാനായിട്ട് പറ്റി. ഈ വണ്ടി ഓടിക്കാൻ പഠിച്ചതുകൊണ്ട് എൻ്റെ പൊന്നോ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ചേട്ടനെ ഇങ്ങനെ ആശ്രയിക്കണമായിരുന്നു. എങ്ങോട്ട് പോകണമെങ്കിലും ചന്തയിൽ പോകണമെങ്കിലൊക്കെ തന്നെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാൻ പഠിച്ചതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ സ്വയം പര്യാപ്തരാകുമെന്ന് പറയുമല്ലോ, ആ രീതിയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, വണ്ടി ഓടിക്കാൻ പഠിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ കടയിൽ പോലും നടന്നു പോകാനായിട്ട് ഭയങ്കര മടിയാണ്. ഈ വണ്ടിയിൽ പോയി അതൊരു ശീലമായി പോയതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന അരിയൊക്കെ അമ്മ അവിടെ തട്ടി വെച്ചിട്ടുണ്ട്. പച്ചരി 1 കിലോ കിട്ടിയുള്ളൂ, റോസരി 4 കിലോ കിട്ടി. അങ്ങനെ 4 കിലോ റോസരിയും തട്ടി വെച്ച് പച്ചരിയൊക്കെ തട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ എടുക്കണമല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നത്. മീനെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് പോയി. പൂച്ച കൊണ്ടുപോകാത്തത് ഭാഗ്യം, ഞാൻ കതവും തുറന്നിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2 മുള്ളുവാള 100 രൂപയായിരുന്നു. വലിയ മുള്ളുവാളയൊന്നും അല്ല, തീരെ ചെറുതാണ്. തീരെ ചെറുതെന്ന് പറയാൻ പറ്റൂല, ഇടത്തരം മീനായിരുന്നു. പിന്നെ ഞാൻ ചാളയും വാങ്ങിച്ചു. ഇവിടെ ചേട്ടനാണെങ്കിൽ ചാള ഭയങ്കര ഇഷ്ടമാണ്. മുള്ളുവാള പുള്ളിക്കാരൻ കൂട്ടയൂല, അങ്ങനെയാണ് ചാള വാങ്ങിയത്. മുള്ളുവാള കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
പക്ഷേ ഈ മുള്ളുവാള വാങ്ങിയാലേ അത് കട്ട് ചെയ്യേണ്ട രീതിയുണ്ട്. ആ രീതിയിൽ കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുള്ളുവാള വായിൽ വെച്ച് കൂട്ടാമെന്ന് ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് എനിക്കിത് അമ്മയൊക്കെ ഉണ്ടെങ്കിലേ വാങ്ങാനും പറ്റുള്ളൂ. ആ ഒരു ചരിച്ച് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ രീതികളുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് മുള്ളുവാള കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇതിലെ മുള്ളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെന്ന പിന്നെയുള്ള മുള്ളല്ലല്ലോ, നീളത്തിനുള്ള മുള്ളാണ്. എങ്ങനെ കട്ട് ചെയ്താലും എനിക്ക് ഭയങ്കര മെനക്കേടാണ്. ഒരു മെനക്കെട്ട പരിപാടിയാണ് ഈ മുള്ളുവാള കഴിക്കണമെന്നുള്ളത്. പക്ഷെ നല്ല ചെവയുള്ള മീനാണെന്ന് എല്ലാവരും പറയും. ഇനി ചെവയെന്ന് പറയണത് നമ്മളിത് നല്ല രുചിയുള്ള മീനിനാണ് നമ്മളൊക്കെ നല്ല ചെവയുള്ള മീനെന്ന് പറയണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറിയും കാര്യങ്ങളും ഒക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ മുള്ളുവാള ഒരു മെനക്കേടാണ്. ഇഷ്ടമുള്ളവർക്ക്, എൻ്റെ വീട്ടിലായിരുന്നാലും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുള്ളുവാള. അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് മുള്ളുവാളയും കട്ട് ചെയ്ത്, പക്ഷെ പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ, ആ ഒരു വശം വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഇനിതാ മുള്ളുവാള കഴിഞ്ഞിട്ട് അമ്മ ചാളയിൽ കൈ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചാളയെല്ലാം കൂടെ ഇനി കട്ട് ചെയ്ത് എടുക്കുകയാണേ. അങ്ങനെ ഞാൻ അമ്മ മീൻ കട്ട് ചെയ്യണ നേരത്ത് സുനിതേച്ചിയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ അത് അവിടെ ഒരു വലിയ കാച്ചിൽ കിടക്കണം, അത് നിറച്ച് പൊടിച്ച് മുകളിലോട്ട് പോയിട്ടുമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് പുളിഞ്ചിക്ക എടുക്കാനായിട്ടാണ്. പുളിഞ്ചിക്ക ഇപ്പോൾ അധികം ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ പുളിഞ്ചിക്ക എടുക്കാനായിട്ട് വരാത്തത്. അതിൻ്റെ ആ ഒരു സീസണൊക്കെ ആയി വരണതേ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ ഉള്ളത് പറിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ഉണ്ട്, ഒരു 5-6 കിട്ടി. ചാളയിൽ മാങ്ങയോ ഈ പുളിഞ്ചിക്കയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ. അങ്ങനെയാണ് പുളിഞ്ചിക്ക എടുക്കാനായിട്ട് വന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് സുനിതേച്ചിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ ഐഡിയ അവിടെ കുറച്ച് നിൽപ്പുണ്ടെന്ന്. അങ്ങനെ അതും കേട്ടും കൊണ്ടാണ് വന്നത്. പിന്നെ തറയിൽ നോക്കിയപ്പോഴേക്ക് കുറേയൊക്കെ വീണ് തറയിലും കിടപ്പുണ്ട്. അപ്പം ഞാൻ എന്താ ഉള്ളതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ചാളമീനിലിടണമല്ലോ. പിന്നെ ഈ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നത് കൊണ്ടേ കുറേയൊക്കെ നല്ല പഴുത്തതുപോലെയൊക്കെ ആയിപ്പോയി. നമ്മളിപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിലേ തന്നെ നമ്മൾ അടുത്തെടുക്കും. അങ്ങനെ കിട്ടിയതൊക്കെ എടുത്തും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ തറയിൽ വീണപ്പോഴേക്കും എന്താ കണ്ടില്ല, കുറച്ചൊക്കെ ഇങ്ങനെ തല്ലി പോയതുകൊണ്ട് നല്ല പച്ചയല്ല, കുറച്ചിങ്ങനെ പഴുത്തതുപോലെ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ കിട്ടിയല്ലോ, അത് മതിയെന്നും വിചാരിച്ച് ഞാൻ അത് എടുത്തുകൊണ്ട് പോവുകയാണ്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കറിക്കും കൂടെ ഉള്ളതായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, പുളിഞ്ചിക്ക് വെച്ചിട്ട് ഒഴിച്ചു കറി ഉണ്ടാക്കിയാലേ. അപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ. സുനിത ചേച്ചി അവിടെ പഴവങ്ങാടി അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്, അതുകൊണ്ടാണ് പുറത്തോട്ട് കാണാത്തത്. പഴവങ്ങാടി അമ്പലമൊക്കെ ഉച്ചയ്ക്ക് 12 മണി വരെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരി എങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഞാൻ അവിടെ പുളിഞ്ചിക്കയും കൊണ്ട് വീട്ടിലെത്തി. നമ്മൾ അരി എന്ന് വെച്ചാലേ നമുക്ക് തലേദിവസത്തെ ചോറിരിക്കണത് കൊണ്ട് അത് രാവിലെ ഊറ്റി വെടിച്ചു. അപ്പോൾ ഇനി എങ്ങാനും തികയാതെ വന്നാലോ എന്ന് വെച്ചിട്ട് കുറച്ച് അരിയും കൂടെ ഇട്ടതാണ്. അപ്പോൾ എനിക്ക് ഈ മുള്ളുവാളയ്ക്കൊക്കെ എനിക്കൊന്ന് അരച്ച് വെക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ചൊരു ബുദ്ധിമുട്ടെന്നല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ അറിയാനായിട്ട് ഒത്തിരി പാടാണ്. ഈ മുള്ളുവാളയെന്ന് എപ്പോഴും വാങ്ങണ മീനല്ല. അപ്പോൾ ചിലതൊക്കെ കൈ വെക്കാനായിട്ട് എനിക്കൊരു പേടി പോലെയുണ്ട്. അങ്ങനെ ഞാൻ എന്താ അരിയിൽ ഉപ്പിട്ടാന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ ഉപ്പിട്ടായിരുന്നു. ഞാൻ വീണ്ടും ഉപ്പിടാനായിട്ടാണ് ഞാൻ നോക്കിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അരി ഇവിടെ കുളമാവുമായിരുന്നു. അപ്പം ഞാൻ അരിയിൽ കല്ലുപ്പ് തന്നെ ഇടും കേട്ടോ, അത് പെട്ടെന്ന് അങ്ങ് ആവുമല്ലോ. അതുപോലെ തന്നെ എന്താ പറയുക, കല്ലുപ്പ് നമ്മൾ എപ്പോഴും വീട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ഒരു ഐശ്വര്യമാണെന്ന് പറയും. ഒരു ദൈവീകത പറയാനുണ്ട് കല്ലുപ്പിന്. പിന്നെ എനിക്ക് ഏറ്റവും പാടുള്ള ഒരു സംഭവമാണ് ഈ അരി വടിക്കണത്. പ്രത്യേകിച്ച് മൺകലം കിടാകുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടാണേ. അപ്പം ഞാൻ ആ മൺകലം എടുത്ത് വെച്ചപ്പോഴേക്കും എനിക്ക് കുറച്ചൊന്ന് എന്തോന്ന് പറയാനായിട്ട് ഇന്ന് പ്രഷർ കൂടിപ്പോയതുപോലെ തോന്നി. ഞാൻ വിചാരിച്ചു ഈശ്വര പണി കിട്ടിയാന്ന് അറിഞ്ഞുകൊണ്ടല്ലോ, അതിൻ്റെ മൂടായിട്ട് പൊട്ടിയാലും തീർന്നില്ലേ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വാങ്ങിയ കലമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വാങ്ങിയ കലമാണെങ്കിലും ആറ്റുകാൽ പൊങ്കാല അല്ല ഇട്ടത്, പനീരമുടിലെ പൊങ്കാലയാണ്. ഞാൻ പറഞ്ഞില്ലേ, രണ്ടും ഒരേ ദിവസം ആയതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല എന്നുള്ള രീതിയിൽ ഞാൻ പൊങ്കാല ഇട്ടത് കോവിഡ് സമയത്താണ്. അന്ന് വീട്ടിൽ പൊങ്കാല ഇട്ടതുകൊണ്ട് ആറ്റുകാൽ അമ്മേനെയും പനീരമുടിലെ അമ്മേനെയൊക്കെ സങ്കല്പിച്ചാണ് ഇട്ടത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാല തലേ ദിവസം അവിടേക്ക് ഒന്ന് കാണാൻ പോകും കേട്ടോ, നല്ല രസമാണ് അങ്ങോട്ടൊക്കെ പോകുമ്പോഴേ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ കലമായിരുന്നു. ആ കലമാണ് എപ്പോഴും ചോറ് വയ്ക്കണത്. പിന്നെ ഇന്ന് ക്യാബേജ് തോരനും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് ദിവസം കൊണ്ട് കിടക്കുകയാണ് ഈ ക്യാബേജ്. അന്ന് കിറ്റ് വാങ്ങിയ സമയത്ത് കിട്ടിയതാണ്. അപ്പോൾ ക്യാബേജ് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ വെച്ച് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അമ്മ മീൻ കട്ട് ചെയ്ത് തീർന്നില്ല, അമ്മ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി കേശുവിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം. സ്കൂളിൽ ക്രിസ്മസ് ഫംഗ്ഷൻ നടക്കുകയാണേ. അപ്പോൾ ക്രിസ്മസ് ഫംഗ്ഷൻ നടക്കുകയാണെന്നല്ല,
വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ഫംഗ്ഷൻ മോന്. അപ്പോൾ അത് കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കും. അപ്പോൾ അന്നത്തേക്ക് അവർക്ക് ഡ്രസ് കോഡുണ്ട്. ഡ്രസ് കോഡ് ബോയ്സിന് റെഡ് അല്ലെങ്കിൽ വൈറ്റ് ഷർട്ടാണ്. വൈറ്റ് ഷർട്ട് പിന്നെ എനി കളർ പാൻറ്റും ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോനൊരു ഷർട്ടുണ്ട്, ഒരു ഷർട്ടല്ല ടീഷർട്ടാണ് മോന് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവനൊരു റെഡ് കളർ ടീഷർട്ടുണ്ട്. പക്ഷേ അതിൽ ചെറിയ എന്തൊക്കെയോ കുറച്ചങ്ങ് പഴയതായി ചെറുതൊക്കെ കറ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും പറ്റില്ലല്ലോ. അങ്ങനെ ഇനി ജോലിയൊക്കെ തീർത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പോകണം. അങ്ങനെ അമ്മ മീനൊക്കെ എല്ലാം കൊണ്ടുവന്നേ കഴുകിയൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ മുള്ളുവാളയല്ല ചാള കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുള്ളുവാളാമ്മ വൃത്തിയാക്കി വെച്ച് ചാള കുറച്ച് പൊരിക്കാനും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീനിൻ്റെ വേസ്റ്റാണ് ഞാൻ ഈ കൊണ്ടുപോകുന്നത്. പൂച്ചയ്ക്ക് കൊടുത്തതിൻ്റെ ബാലൻസാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പൂച്ച അവിടെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയരുത്. പൂച്ചയ്ക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ബാക്കി അത് അവിടെ ഇട്ടിട്ട് പോരും, നമുക്ക് മെനക്കേടാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് ഇന്ന് വേസ്റ്റ് എടുക്കാനായിട്ട് ആ പയ്യെ താമസിച്ചേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വേസ്റ്റ് കൊണ്ട് അതിലിട്ടിട്ടുണ്ട് ഗേറ്റിൽ. അപ്പോൾ അവൻ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് വരണതാണ്. അങ്ങനെ ഞാൻ ആ വേസ്റ്റും കൂടെ മീനിൻ്റെ വേസ്റ്റും കൂടെ കൈയോടനെ കളയാലോ എന്ന് വെച്ചിട്ട് അതുകൊണ്ടിടാൻ പോയതാണ്. ഇനി ക്യാബേജ് തോരൻ വെക്കണം. പിന്നെ മോന് വയ്യായിരുന്നു കേട്ടോ. മോന് ഇന്നലെ രാത്രി ഒരു 2 മണി ആയപ്പോഴേക്കും ആൾ ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ട് എണീച്ചിട്ട് അമ്മ എനിക്ക് ചെവി വേദന എടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പൊന്നെ പിന്നെ അങ്ങോട്ട് ഉറങ്ങാനേ പറ്റിയില്ല. വേറെ എന്ത് വേദനയും സഹിക്കാമല്ലോ, ചെവി വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല. എനിക്ക് പിന്നെ പല്ലുവേദന അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുവരെ പല്ലുവേദന വന്നിട്ടില്ല. അയ്യോ കഴിഞ്ഞ ഉത്സവത്തിന് എനിക്കിതുപോലെയായിരുന്നു രാത്രി. ആദ്യം ചെവി വേദനയൊക്കെ ഈ പറയുമ്പോൾ ഉറക്കത്തിൽ രാത്രിയൊക്കെ വരുവോളെന്ന് തോന്നുന്നു. ഞാനും ഇതുപോലെ ഉറങ്ങിക്കിടന്നപ്പോൾ ഭയങ്കരമായിട്ട് വേദന തോന്നി എണീച്ചതാണ്. 1 മണിക്കൂർ ഒരു ശക്കലം പോലും ആ വേദനയ്ക്കൊരു ശമനം ഉണ്ടായില്ലെന്നാണ് ചേട്ടൻ ആ പാതിരാത്രി തന്നെ ഡോള വാങ്ങാനൊക്കെ പോയി. പിന്നെ അമ്മയുടെ ചോദിച്ചപ്പോൾ ഇല്ല. പിന്നെ രമേശിൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്നാണ് 12:30 പോയി എനിക്ക് ഡോളയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ, ഡോള ഒഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. പിന്നെ മോൻ്റെ മെഫ്താളെടുത്ത് കുടിച്ച് എന്നിട്ടും ഒരു കുറവില്ല. പിന്നെ എങ്ങനെയോ 1 മണിക്കൂർ ഒരേപോലെ വേദന നിന്നിട്ട് പിന്നെ പതുക്കെ അങ്ങ് കുറയാണ് ചെയ്തത്. അതുപോലെയായിരുന്നു കേശുവിൻ്റെ കാര്യത്തിലും. അയ്യോ രാവിലെ പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ രാവിലെ ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് മോൻ ഒരു തരത്തിൽ കേൾക്കൂല. എന്തെന്ന് വെച്ചാലേ മോന് സ്കൂളിൽ പ്രാക്ടീസും റിഹേഴ്സലൊക്കെ നടക്കില്ലേ. അപ്പോൾ രാത്രി കരച്ചിലും അതായിരുന്നു. എന്നെ പ്രോഗ്രാമിൽ നിന്ന് മാറ്റും, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞായിരുന്നു മോന് കരച്ചിലത്രേ. അങ്ങനെ പിന്നെ ഞാൻ ടീച്ചറെ വിളിച്ച് രാവിലെ പറഞ്ഞു, ടീച്ചറെ മോന് കുറച്ച് ലേറ്റായേ എത്തുള്ളൂ, 10:30 മണിയെങ്കിലും ആവും, മോനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടേ വരുള്ളൂ എന്ന് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ പറഞ്ഞ് വിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, സാരമില്ല, ആൾ കേൾക്കണ്ടേ, കുഞ്ഞല്ലേ, അവൻ അറിഞ്ഞൂടല്ലോ. അവിടെ ഇങ്ങനെ റിഹേഴ്സലൊക്കെ നടക്കുന്നുണ്ട്. അവനൊരു പേടി, അവനെ ഇനി എടുത്തില്ലെങ്കിലോ എന്നുള്ളത്. അങ്ങനെ എന്താ പറയാനായിട്ട് ക്യാബേജ് തോരൻ വെച്ച് അമ്മ അത് കുറച്ച് മീൻ പൊരിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുള്ള അരപ്പൊക്കെ അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പീയണിക്ക് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പീയണിക്ക് ഉടച്ചേറി വെച്ചാൽ ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമില്ല, പീയണിക്ക് മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിലിട്ട് ഇനി കുറച്ച് വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കണം. നല്ല കിടിലൻ കറിയാണ്, ഒരു ഉടച്ച കറി എന്ന് പറയുമല്ലോ അതുപോലത്തെ കറിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോഴേക്കും നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. അതിന് ഞാനൊന്നങ്ങ് അരപ്പൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് അങ്ങ് അടച്ച് വെച്ചിരിക്കും. അപ്പോൾ അത് അവിടെ കിടന്നങ്ങ് സമാധാനത്തിൽ നന്നായിട്ട് വെന്ത് വന്നോളും. ഇനി മീനിന് പൊരിക്കണമല്ലോ. അമ്മ അവിടെ മീനിന് അരച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് മീനങ്ങ് പൊരിക്കാമെന്ന്. അങ്ങനെ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. തിളച്ചതിന് ശേഷം ഇതുപോലെ മീൻ അതിലോട്ടങ്ങ് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ചധികം മീനുണ്ടായിരുന്നു. ചാള നല്ല വിലയുണ്ടായിരുന്നു, 100 രൂപയ്ക്ക്. അപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് പൊരിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഇനി അങ്ങ് പൊരിച്ചെടുക്കണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞതിന് മുന്നേ ജോലികളൊക്കെ തീർക്കുകയും വേണം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചാട്ടമായിരിക്കും ഇതുവരെ റെഡിയായില്ല എന്ന്. നമ്മൾ ഈ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അവർക്കൊരു ജോലിയേ അല്ല, നമ്മളെന്തോ വെറുതെ ഇവിടെ ഇരിക്കും പോലെയാണ് വന്നിട്ട് ഓരോന്ന് സംസാരിക്കണം. അത് കേൾക്കുമ്പോൾ എങ്ങനെ ദേഷ്യം വരുമെന്നറിയാമോ. പിന്നെ നിങ്ങളാരും കമൻറ്റ് ചെയ്ത ആളുടെ പേര് മറന്നുപോയി കേട്ടോ. ചേച്ചി അണ്ണനെ കൂടെ രാവിലെ വിളിച്ചുണർത്തിയിട്ട് കുറച്ച് ജോലിയും കൂടെ കൊടുക്കണേന്ന് ഞാൻ ആ കമൻറ്റ് കാണിച്ചു കൊടുത്തേ കേട്ടോ. കണ്ട ഓരോരുത്തർ പറയണത് കണ്ടാന്ന് പറഞ്ഞ് കമൻറ്റ് കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു തന്നെ ഞാനിവിടെ ഒരു ജോലി ചെയ്യാതെ ഇരിക്കുകയാണല്ലോ രാവിലെ കിടന്ന് ഉറങ്ങണമെന്ന് പറയാനായിട്ട് രാവിലെ. അപ്പം ഞാൻ ഇവിടുത്തെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും. സാധാരണ ഒരു ടിപ്പിക്കൽ മലയാളി ഹസ്ബൻഡ് പറയും പോലെ നീ പോയിട്ട് ബാക്കി ജോലികളെല്ലാം ഞാൻ ചെയ്യണം, എല്ലാ ജോലികളും നീ ചെയ്തോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ, അതിന് മറുപടി ആയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മീനൊക്കെ പൊരിച്ചെടുത്ത് ഇനി ക്യാബേജ് തോരനില്ലേ അതിനെയൊക്കെ ഇനി നമ്മൾ ആ ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്തൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്.
നമ്മളെ മീൻ കറി രണ്ടും റെഡിയായി, മുള്ളുവാളക്കറിയും റെഡിയായി, ചാളക്കറിയും റെഡിയായി. ഇത് രണ്ടും കൂടി ഇന്ന് തന്നെ തിന്ന് തീർക്കില്ല. മുള്ളുവാള ഞങ്ങൾക്കാണ്, ചാള ചേട്ടനും. അപ്പോൾ ചേട്ടന് ഉച്ചയ്ക്ക് ഒരു നേരമല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതിന് രാത്രി അങ്ങ് തിളപ്പിച്ച് വെച്ചാൽ നാളത്തേക്ക് മീനായില്ലേ. ഈ മുള്ളുവാള ഇന്ന് തീരെയൊന്നുമില്ല, കാരണം അമ്മയ്ക്ക് മാത്രമാണ് ഇത് കൂടുതൽ ഇഷ്ടം. ഞാൻ കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നാളത്തേക്ക് ഇനി മീനൊന്നുമില്ല. അപ്പോൾ ഈ സംഭവങ്ങൾ തന്നെ നാളത്തേക്കും കൂടി ഇരുന്നോളും. അപ്പോൾ ആ കാണിച്ചതൊക്കെയായിരുന്നു നമ്മളെ കറികൾ കേട്ടോ. ഇനി ചോറും കൂടെ ഒന്ന് കുടഞ്ഞൊക്കെ വെക്കാനുണ്ട്. അല്ല എന്തെന്ന് പറയാനായിട്ട് ഇപ്പോൾ നമ്മൾ പൊരിക്കുമെന്ന് പറയില്ല, ചോറ് പൊരിച്ചെടുത്തിട്ട് ഇനി കാക്കയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഞാനതിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റണുണ്ട്. അപ്പോൾ ഇനി അതുകൊണ്ട് അവർക്ക് വെച്ച് കൊടുക്കണം. രാവിലെ കൊടുത്തതൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ട് പോയി. പിന്നെ നമ്മൾ അംഗൻവാടിയില്ലേ, അവരിതുപോലെ ചോറ് ബാലൻസ് പറഞ്ഞ ചോറ് മതിൽ തട്ടിക്കൊടുക്കും കേട്ടോ. അത് കഴിക്കാനായിട്ട് പറഞ്ഞ പരുന്താണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തേക്ക് മരം നിൽപ്പുണ്ട് അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ അതിൽ കൂട് വെച്ചിരിക്കുകയാണ് പരുന്ത്. അപ്പോൾ അവിടെ 2 പരുന്തുണ്ട്. ആ 2 പരുന്തും അംഗൻവാടിയിൽ അവർ കൊടുക്കുന്ന ചോറുണ്ണാനായിട്ട് വരണത് കാണാം. മിക്കവാറും ഒരു മണി 2 മണി ആകുമ്പോഴേക്കും മതിലിരുന്ന് പരുന്ത് ചോറ് കഴിക്കണത് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഉച്ചയായപ്പോഴേക്ക് അവർക്ക് ആവശ്യമുള്ള ആഹാരം എടുക്കാനായിട്ട് അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അവരിനി കഴിച്ചിട്ട് സമാധാനമായിട്ട് കഴിച്ചിട്ട് പോട്ടെ. ജോലിയൊക്കെ തീർന്നപ്പോഴേക്കും നല്ല വെള്ളം ദാഹമായി. അങ്ങനെ രണ്ട് ദിവസമായി നാരങ്ങ വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നാരങ്ങ അങ്ങനെ അങ്ങ് വാങ്ങിച്ച് വെക്കാറില്ല, മിക്കവാറും വിചാരിക്കും നാരങ്ങ എപ്പോഴും വാങ്ങി വെക്കണമെന്ന്. അങ്ങനെ ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് നാരങ്ങയിൽ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ എടുത്താൽ കുറച്ചധികം കുടിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കപ്പ് നിറയെ നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 നാരങ്ങ എടുത്ത് പിന്നെ എന്തെന്ന് വെച്ചാൽ അതിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കും. ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് അതിന് നല്ലതുപോലെ ഞാൻ ഇപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തത്. അപ്പോൾ അതിലിട്ട് ഇത്രയും സംഭവങ്ങൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ പറയേണ്ട കാര്യമില്ല, നല്ല ടേസ്റ്റാണെന്ന് അറിയാം. എന്നാലും ഒന്നുകൂടെ പറയേണ്ടതേ ഉള്ളൂ. അതിന് എന്തെന്ന് അറിയാമോ, ഈ നാരങ്ങയുടെ തോടില്ലേ ഒരല്പം കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് അടിച്ചെടുക്കണത്. അപ്പോൾ അത് നല്ല സെറ്റായിട്ട് വരും. അങ്ങനെ ആ ഒരു പാത്രം നിറയെ വെള്ളം കുടിക്കണമെന്ന് വെച്ചിട്ട് ഇതൊരു വലിയ പാത്രമായിരുന്നു, ഇത് ചെറുതുണ്ട്, ചെറിയ കപ്പുണ്ട്. ആ കപ്പ് നിറയെ ഞാൻ വെള്ളം കുടിച്ച് പിന്നെ അമ്മയ്ക്കും കൊണ്ട് കൊടുത്ത് ഇനി നമുക്ക് കേശുവിനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം. എൻ്റെ പൊന്നോ, പുറത്തോട്ട് ഇറങ്ങുമ്പോഴല്ലേ ക്രിസ്മസ് തിരക്കറിയാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം പോയത് പോത്തീസിലോട്ടാണ്. ഈ പോത്തീസിൽ പോയി ഇപ്പം വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് പോത്തീസിൽ കയറിയത്. തിരക്കെന്ന് വെച്ചാൽ അതൊരു തിരക്ക്, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളിപ്പോൾ തന്നെ ഒരു 12 മണി ആയപ്പോഴാണ് പോകാനായിട്ട് ഇറങ്ങിയത്. ഇനി അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എല്ലാം വാങ്ങിച്ച് 2 മണിക്ക് മുന്നേ തിരിച്ചെത്തിയാൽ 2:30 കേശുവിനെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് വിളിക്കണമല്ലോ. അപ്പോൾ അത്ര സമയം നമുക്കുള്ളൂ. അപ്പോൾ ഓട്ടപ്പാച്ചിലായിരുന്നു. പോത്തീസ് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ മേരി ക്രിസ്മസ് എന്നൊക്കെ ഉള്ള ആ പ്രിൻ്റൊക്കെ ഉള്ളത് എടുക്കാനാണ് പോയത്. അപ്പോൾ മോൻ്റെ അളവിനുള്ളതൊന്നുമില്ല. പിന്നെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഷർട്ടൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ ഇല്ലാതെ മനസ്സിലായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ കറങ്ങാനൊന്നും നിന്നില്ല. പെട്ടെന്ന് അങ്ങ് ഇറങ്ങി അടുത്തിൻ്റെ നേരെ രാമചന്ദ്രനിലോട്ട് വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ പോത്തീസിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് രാമചന്ദ്രനിലാണ്. അവിടെ പോയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ ആ പഴവങ്ങാടി സൈഡ് പോകുമ്പോഴേക്കും ഒരുപാട് ചെറിയ ചെറിയ ടെക്സ്റ്റൈൽസുകളുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കയറി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആമയിഴഞ്ചാൻ തോട് കണ്ടില്ലേ, എൻ്റെ പൊന്നോ ആ കളർ കണ്ടില്ലേ, ഇതിലാണ് ആ ഒരാൾ വീണ് മരിച്ചത്. അത് കാണുമ്പോൾ തന്നെ എൻ്റെ കരിക്കട്ട കളറിൽ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ രാമചന്ദ്രൻ സൈഡ് എത്തി കേട്ടോ. കണ്ടില്ലേ നിറച്ച് അവിടെ എത്തുമ്പോഴേ അറിയാമല്ലോ, നിറയെ വഴിയോര കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പുകിൽ തന്നെയാണ്. നമുക്ക് വണ്ടി വയ്ക്കാൻ സ്ഥലം കിട്ടില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ കിട്ടിയ സ്ഥലത്ത്, അത് പിന്നെ സ്കൂട്ടർ ആയതുകൊണ്ട് കിട്ടിയ സ്ഥലത്തൊക്കെ വയ്ക്കാനായിട്ട് പറ്റി. കാറാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയും കാണൂല പാർക്കിങ്. അങ്ങനെ അവിടെയുള്ള ഏതൊക്കെ ഷോപ്പുകളിൽ കയറി ഇറങ്ങിയെന്ന് ഒരു പിടുത്തവും ഇല്ല. രാമചന്ദ്രനിൽ കയറി, നോവൽറ്റിയിൽ കയറി, സൂററ്റിൽ കയറി, അങ്ങനെ നോക്കി എല്ലായിടത്തും ഒന്നുകിലും മോൻ്റെ അളവ് കാണൂല. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടീഷർട്ടല്ല കിട്ടണം. ടീഷർട്ട് എന്ന് പറഞ്ഞാൽ റെഡ് കളർ ടീഷർട്ട് നമുക്ക് അത് മതിയായിരുന്നു. പക്ഷേ
അങ്ങനെ ഒരു സംഭവമേ അവിടെ എങ്ങും ഇല്ല. അവരെല്ലാവരും പറയുന്നത് നിങ്ങൾ ലേറ്റായിപ്പോയി വന്നപ്പോഴേക്ക് റെഡ് കിട്ടാനേ ഇല്ലെന്നാണ് എല്ലാവരും പറയണത്. അങ്ങനെ നോക്കി 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 എത്ര ഇടത്ത് കയറിയെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. നല്ല വിശപ്പും ഉണ്ട്. അലഞ്ഞ് ഒരു പരുവായെന്ന് പറയാം. ആദ്യം കയറി എക്സൈറ്റ്മെൻ്റ് ഒന്നും പിന്നെ പിന്നെ നമുക്കില്ല. കാരണം ചെല്ലുമ്പോഴത്തേക്കേ അറിയാമല്ലോ, ചെല്ലുമ്പോൾ അവർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കോ അതില്ല. പിന്നെ പെൺകുട്ടികളതാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ എന്തൊക്കെ വെറൈറ്റിയിലുണ്ട്. ഇത് രാമചന്ദ്രനാണ്. അവിടെ നിന്ന് തിരക്ക് കണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എന്ത് പറയാനായിട്ട് അവിടെ മൊത്തം കറങ്ങി ഈ വെയിലത്ത് ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് കുടിക്കാനായിട്ടുള്ള സമയമില്ലായിരുന്നു. മോനെ ഈ ഡ്രസ്സ് എടുക്കണം, എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണമെന്ന് പറഞ്ഞല്ലേ നമ്മൾ പോയത്. മോനെ വിളിക്കണ്ടേ. അങ്ങനെ നടന്ന് പത്മതീർത്ഥ കുളത്തിൻ്റെ സൈഡ് എത്തി കേട്ടോ, നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ. പക്ഷേ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരാമായിരുന്നു. നമുക്ക് ഒരു ലക്ഷ്യമില്ലാതെ നമ്മളിങ്ങനെ പോവുകയല്ലേ, എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് വാങ്ങണം. അതാണ് ഇത്രയും നടക്കേണ്ടി വന്നത്. ആ പടിഞ്ഞാറക്കോട്ടെ എത്തി നടന്ന് ഒരിടത്തും ഇല്ല. അവസാനം നമ്മളിനി എന്ത് ചെയ്യും, നാളെ ഇനി ഏത് ഡ്രസ്സ് ഇടുമെന്നായി. പിന്നെ വിചാരിച്ചാൽ ഇനി കഴക്കൂട്ടത്തേട്ട പോയി നോക്കാം, ഇവിടെ എങ്ങും നടന്നിട്ട് ഒരു രക്ഷയുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്നു. അങ്ങനെ വീണ്ടും തിരിച്ച് നടന്ന് വണ്ടി എടുക്കാനായിട്ട് വന്നപ്പോഴേക്കും അവിടെ ഈ ഫുട്പാത്തിൽ കച്ചവടക്കാരില്ലേ, അവരുടെ കയ്യിൽ ഇതാ ഈ ഒരു റെഡ് കളർ ടീഷർട്ട് കണ്ട് പിന്നെ ശരി ഇതെങ്കിൽ ഇത് മതിയെന്ന് വിചാരിച്ച് അതങ്ങ് വാങ്ങി. അത് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ക്വാളിറ്റി വലിയ പ്രശ്നമില്ല, എന്നാലും നമുക്ക് 100 രൂപയിൽ ഇനി ഭയങ്കര ക്വാളിറ്റി ഒന്നും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ലല്ലോ. അവസാനം നമ്മൾ വിചാരിച്ച് എന്നിട്ട് മനസ്സേക്കണില്ല. വരണ വഴിക്ക് ആർക്കെ വെഡ്ഡിങ്സിൽ കയറിയപ്പോഴേ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു അവിടെ ഉണ്ടോ എന്ന്. അവർ 3rd ഫ്ലോറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതിയല്ലോ. അങ്ങനെ അവരിവിടെ താഴെ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോഴേക്ക് ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. പിന്നെ വരണ വഴിക്ക് മാക്സിൽ കയറി, അവിടെയും കൂടെ ഒന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ റെഡ് കളറില്ല. അങ്ങനെ നോക്കിയപ്പോഴേക്ക് ഈ ഒരു റെഡ് കളർ പാൻറ്റ്, ഈ ഒരു ട്രാക്ക് സൂട്ട് മോഡൽ കിട്ടി. പിന്നെ ഒരു വൈറ്റ് ടീഷർട്ടും കിട്ടി. മതിയല്ലോ, ക്രിസ്മസ് ആ വൈബ് വരാനായിട്ട് ഇത് തന്നെ ധാരാളമല്ലേ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറച്ച് സാറ്റിസ്ഫാക്ഷനോട് കൂടി എടുത്തത് ഇതാണ്, ആ റെഡ് കളറ് ട്രാക്ക് സൂട്ടും പിന്നെ ഈ ഒരു വൈറ്റ് കളർ ടീഷർട്ടും. വൈറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഉണ്ട്. ഞങ്ങളുടെ അളവ് ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് പോയതേ മോനെ. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കി ലാസ്റ്റ് മാക്സ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാകുമ്പോഴേക്കും നമുക്കിപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ റെഡ് എടുത്താൽ നമുക്ക് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരിക്കുമല്ലോ നാളെ ഇടുമ്പോഴേക്ക്. അങ്ങനെ ലാസ്റ്റ് ഇത് എടുത്ത് ഇപ്പം തന്നെ സമയം 1:45. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഉയരിട്ടടിച്ച് വേണം അങ്ങ് എത്താനായിട്ട്. പിന്നെ പോണ വഴിക്ക് 2-3 സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാസ് ചെയ്ത് അങ്ങ് എത്തുമ്പോഴേക്ക് എന്തായാലും 2:30 മുന്നേ എത്തും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി. ഇനി ഇത് കഴിഞ്ഞില്ല, ഇനി മോന് ക്രിസ്മസ് ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അവർ സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് 100 രൂപയ്ക്കകത്തുള്ള ഗിഫ്റ്റ് ഐറ്റംസേ വാങ്ങാവൂ എന്ന്. അപ്പം നമ്മൾ വിചാരിച്ച് 100 രൂപയ്ക്കകത്ത് ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, 100 രൂപയിൽ കുറച്ച് കൂടിയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് ഇനി അതും കൂടെ വാങ്ങാനായിട്ട് പോവേണേ. അതും കൂടെ ഇന്ന് വാങ്ങിച്ചാൽ അതുകൂടെ അങ്ങ് കഴിയുമല്ലോ, പിന്നെ ഇനി അതിനായിട്ട് പോകണ്ടല്ലോ. അങ്ങനെ അവരാ ഒരു പ്രൈസ് റേഞ്ച് വെച്ചത് എന്തായിരിക്കുമെന്ന് മനസ്സിലായില്ലേ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ 100 രൂപയുടെ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടണത് 200 രൂപയുടേതായിരിക്കും, അല്ലെങ്കിൽ 200 രൂപയൊക്കെ എടുക്കുമ്പോഴേക്കും 100 രൂപയുടേതായിരിക്കും കിട്ടണത്. അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വെച്ചത്. അങ്ങനെ ഞങ്ങളിതായി ഒരു ഫാൻസിയിൽ കയറിയപ്പോഴേക്ക് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ നോക്കി. 100 രൂപയിൽ താഴെയുള്ളത് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ നോക്കി വന്നപ്പോഴേക്ക് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ കിടക്കുന്നത് ഉണ്ട്. ആദ്യം ഇതാണ് നോക്കിയത്. ഇതിന് 175 രൂപയായിരുന്നു നമ്മൾ ആദ്യം എടുത്ത്. അതും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഭയങ്കര ക്യൂട്ടൊന്നുമല്ല, കാണാൻ ക്യൂട്ടാണ്, ഒരു കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഉണ്ടെങ്കിലും ഇതിനേക്കാളും കിടിലനായിട്ടുള്ള ഒരു സംഭവമാണ് അടുത്ത് കിട്ടിയത്. ഇത് അവിടെ കിടക്കുന്ന കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഈ ഒരു സംഭവം. അപ്പോൾ അതാണ് ഞങ്ങൾ വാങ്ങിയത്. 175 രൂപയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.